സോഷ്യൽ മീഡിയ വഴി കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങൾ ചുരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകൾ ധാരാളമാണ്. ഒരുപാട് ആളുകളുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, എക്സ് മുസ്ലിം എന്ന നാമധേയത്തിൽ അവതരിച്ചതാകുന്ന ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന സഹോദരൻ അവസാനം ലണ്ടനിലെത്തി പരസ്യമായിട്ട് അവിടെ വെച്ചുകൊണ്ട് ആളുകൾ അവനെ പൊതുവിചാരണ നടത്തി. പാർക്കിൽ വെച്ചുകൊണ്ട് ആളുകൾ അവനെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, നീയല്ലേ പറയുന്നത് ഖുർആനിൽ പിതാവിന് സ്വന്തം മകളെ വിവാഹം ചെയ്യാൻ പറ്റുമെന്നുള്ള ആയത്തുണ്ടെന്ന് പറയുന്നത്? അതെ, ഞാൻ തന്നെയാണ്. എന്നാ ഒന്ന് കാണിച്ച്. അവസാനം തപ്പി നോക്കിയിട്ട് മണിക്കൂറുകളായിട്ട് ആയത്ത് പുറത്തെടുക്കാൻ കഴിയുന്നില്ല. അവസാനം തടി തപ്പുകയാണ് ഉണ്ടായത്. ഇതെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആയത്തുണ്ടോ? ചില ആളുകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാവുമോ? ഇല്ലെങ്കിൽ അവനങ്ങനെ പറയൂലല്ലോ. ചിലപ്പോൾ ആ സമയത്ത് കിട്ടാത്തതായിരിക്കും. തപ്പി നോക്കിയിട്ട് ജെമിനിയോട് ചോദിച്ചിട്ട്, ഗൂഗിളിനോട് തപ്പി നോക്കിയിട്ട് പല രീതിയിൽ പരിശ്രമിച്ചിട്ട് ചിലപ്പോൾ കിട്ടാത്തതായിരിക്കാം. ഉണ്ടാകാമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആയത്തില്ല എന്ന് മാത്രമല്ല, ഖുർആൻ പറഞ്ഞത് മകളെ വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ് എന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. حرمت عليكم أمهاتكم وبناتكم حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി ലോകരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹുർരിമത് അലൈക്കും ഉമ്മഹാതുക്കും, നിങ്ങളുടെ മാതാക്കളെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. തീർന്നില്ല, വബനാതുക്കും, നിങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്യൽ അല്ലയോ മുസ്ലിമേ, മുഅ്മിനേ, നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഒരുപാട് ആളുകളെ പറയുന്നുണ്ട്, നമുക്കത് വിഷയമല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അള്ളാഹു ഖുർആനിലൂടെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ മാതാക്കളെ, ഉമ്മമാരെ വിവാഹം ചെയ്യൽ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. ബനാത്തുക്കും, നിങ്ങളുടെ പെൺമക്കളെ വിവാഹം ചെയ്യൽ നിഷിദ്ധമാണ്. പിന്നെ എങ്ങനെയാണ് ഒരു പിതാവിന് സ്വന്തം മകളെ വിവാഹം ചെയ്യാന്ന് ഖുർആനിൽ ആയത്തുണ്ടെന്ന് പറയുന്നത്? നേരെ വിരുദ്ധമായിട്ടാണ് ആയത്തുള്ളത്. പാടില്ല, അതിശക്തിയുക്തം അള്ളാഹു എതിർക്കുന്നു, ഹറാമാണ് എന്ന് പറയുന്നു. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളിൽ പെട്ടവരാണവരെന്ന് ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പം നല്ലതുപോലെ മനസ്സിലാക്കണം, നിരീശ്വരവാദികളും യുക്തിവാദികളും കടന്നു വന്ന് സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുമ്പോൾ പ്രബുദ്ധരായ പ്രിയപ്പെട്ട മുസ്ലിമെ നമ്മളതിൽ പെട്ടുപോകാൻ പാടില്ല. ചില ആളുകൾ ചെറുതിങ്ങനെ ചിന്തിക്കും, അങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ അവനങ്ങനെ പറയൂലല്ലോ. ഒന്നുമില്ല, ഒരു കഥയില്ലാത്ത മനുഷ്യനാണ്. മുസ്ലിമുകളുടെ പേരിട്ടുകൊണ്ട് ലോകമെമ്പാട് ഇങ്ങനെ നടക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു പൊങ്ങും, പിന്നെയും താഴും. ആളുകൾക്ക് മുന്നിൽ ലഭ്യനാകുകയാണ് ഇതിലൂടെ. പുതിയ പുതിയ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കടന്നു വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടതാകുന്ന മോമിനീങ്ങൾ, അടിയുറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. വേരുറച്ച വിശ്വാസമായിരിക്കണം. ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറുൽ കബീരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഖുർആനിന്റെ ഒരു ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, യംബഗീ ലി അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻ യുഹസ്സിലു അർബഅത അശ്യാഅ ലിഅൻ യകൂന മിൻ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ പറഞ്ഞത്? യംബഗീ ലി അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് അതിശക്തിയുക്തം ഹൃദയം കൊണ്ട് ഉറപ്പിച്ചതാകുന്ന ആളുകൾക്ക് 4 കാര്യങ്ങൾ ഉണ്ടാവണം. അയ്യുഹസ്സിലു അർബഅത അശ്യാഅ, 4 കാര്യങ്ങൾ അവൻ ഹാസിലാക്കി എടുക്കണം. എന്തിനു വേണ്ടിയില്ലേ? അയ്യകൂനു മിൻ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പോഴേ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഹ്ലുകാരനായി മാറുകയുള്ളൂ. അതിനെന്താ വേണ്ടത്? ആദ്യം ബഹുമാനപ്പെട്ടവര് പറഞ്ഞ 4 കാര്യങ്ങളിൽ ഒന്ന് അത്തസ്ദീഖു എന്നാണ്. വിശ്വാസം രൂഢമൂലമായിരിക്കണം, വേരുറപ്പിച്ചതായിരിക്കണം.
അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആര് എന്തെല്ലാം ഓഫർ നൽകിയാലും പരിശുദ്ധമായ ഇസ്ലാം വിട്ടുകൊണ്ട് മാറി ചിന്തിക്കാൻ പാടില്ല. ഇപ്പൊ എത്രയോ ആളുകൾ തന്നെ മതം മാറാൻ തയ്യാറാകുന്നവരുണ്ട്, മതത്തിന്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകളുണ്ട്. യഥാർത്ഥമാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാതെ ആദർശം പണയം വെക്കുന്ന ആളുകൾ എത്രയോ പേരുണ്ട്. നല്ല ഒരു വീട് നിനക്ക് വെച്ച് തരാം പറയുമ്പോൾ മതം മാറാൻ തയ്യാറാവുന്നവർ, നല്ല വാഹനം നിനക്ക് വേണോ അപ്പോൾ മതം മാറാൻ തയ്യാറാവുന്നവർ, നല്ല ഒരു പെണ്ണ് വേണോ, കല്യാണം വർഷങ്ങളായിട്ട് നോക്കുകയാണ്, നല്ലൊരു പെണ്ണ് കിട്ടുന്നില്ല, അതിസുന്ദരിയാകുന്ന ഒരു പെണ്ണ് നിനക്ക് വേണോ അപ്പോൾ മതം മാറാൻ തയ്യാറാകുന്നവർ. ഇങ്ങനെ മതത്തിന്റെ ആശയ ആദർശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകാൻ തയ്യാറാകുന്ന ആളുകൾ പഠിച്ചു വെച്ചോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കലിമത്തു തൗഹീദ് അടിയുറച്ചുകൊണ്ട് നിലകൊള്ളണം ആളുകളാകണമെങ്കിൽ 4 കാര്യങ്ങൾ വേണം, 4 ക്വാളിറ്റി ഉണ്ടാവണം. അതിൽ ഒന്നാമത്തതാണ് തസ്ദീഖു, വേരുറച്ച വിശ്വാസം. ഒരങ്ങോട്ടും ഇങ്ങോട്ടും ഒരല്പം പോലും വ്യത്യാസമില്ല, അങ്ങനെ ആവണം. അങ്ങനെ വിശ്വാസം ഉറയ്ക്കണമെങ്കിൽ ഒരുപക്ഷെ നേർക്ക് നേരെ നമ്മൾ കണ്ടത് മാത്രം വിശ്വസിച്ചാൽ പോരാ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈമാനാണ് നമുക്ക് വരേണ്ടത്. സിദ്ദീഖ് എന്ന അദ്ദേഹത്തിന് വിളിപ്പേര് വരാൻ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹുവിനെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന നിസ്കാരവുമായി പ്രവാചകർ തിരിച്ചിതാ പരിശുദ്ധ കഅബാലയത്തിന്റെ പരിസരത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ളതാകുന്ന വർത്തമാനമുണ്ട് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഒന്ന് പറയുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുകയാണ്. കേട്ടപ്പോ തന്നെ അത് വിശ്വസിക്കാൻ നബി നേരിട്ട് പറയണമെന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇന്നലത്തെ ഒറ്റ രാത്രി കൊണ്ട് എളാമയാകുന്ന ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്ക് വന്നുകൊണ്ട് വിളിച്ചു കൊണ്ടുപോയി പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയം 7 പ്രാവശ്യം തവാഫ് ചെയ്ത് ഫലസ്തീന്റെ മണ്ണിലാകുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബുറാഖ് എന്ന അതികമനീയമാകുന്ന വാഹനത്തിൽ യാത്ര ചെയ്ത് അവിടെ ചെന്ന സർവ്വ അമ്പിയാക്കൾക്കും ആത്മീയമായ നേതൃത്വം നൽകി, നിസ്കാരത്തിന് നേതൃത്വം നൽകി. ശേഷം ഖുബ്ബത്തു സുഹറ എന്ന് പറയുന്ന പരിശുദ്ധമാക്കപ്പെട്ട പാറപ്പുറത്ത് നിന്ന് ആകാശരോഹണം നടത്തി അള്ളാഹുവിന്റെ തിരുസവിധത്തിലെത്തി. ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി പടച്ചറബിന്റെ തിരുസവിധത്തിൽ നിന്ന് അള്ളാഹുവിനെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് 5 വഖ്ത് നമസ്കാരവുമായി തിരിച്ച് രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടോ എങ്കിൽ സദഖതു, ഞാൻ വിശ്വസിച്ചു. ഇതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് മാത്രം, നേർക്ക് നേരെ നമുക്ക് മനസ്സിലാകുന്നത് മാത്രമല്ല വിശ്വസിക്കേണ്ടത്, അല്ലാത്തതും വിശ്വസിക്കേണ്ടി വരും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതാണ്. ഖബറിലെ ശിക്ഷകൾ നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല. നാളെ നരകത്തെ കുറിച്ചുള്ള പറച്ചിലുകൾ ആയത്തുകളും ഹദീസുകളും വെച്ചുകൊണ്ട് ഉലമാക്കൾ പറയുമ്പോ, ഖുർആനിക വായന നടത്തുമ്പോ അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആ നരകത്തിന്റെ ചങ്ങലകളെ കുറിച്ച്, മഹ്ശറിയുടെ ലോകത്തെ കുറിച്ച്, അവിടുത്തെ വിചാരണയെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, മലായികത്തുകളെ കുറിച്ച്, ഇങ്ങനെ തുടങ്ങി ഈമാനിൻ്റെതാകുന്ന 6 കാര്യങ്ങളിൽ പരിപൂർണമായി വിശ്വാസം പുൽകി ജീവിക്കുമ്പോഴേ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. ഒരാളെ കുറിച്ച് പോലും അഭിപ്രായ വ്യത്യാസം നമുക്ക് പാടില്ല, പ്രവാചകന്മാരെ കുറിച്ച് പോലും പാടില്ല. അതല്ലേ നമ്മൾ എല്ലാ ദിവസവും ഹദ്ദാദ് റാത്തീബിൽ ഓതുവല്ലോ, ആമന റസൂലു അല്ലേ ഓതലില്ലേ? എന്താണ് ആമന റസൂലു? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി وكتبه ورسله لا نفرق بين أحد من رسله. അള്ളാഹുവിനെ കൊണ്ടും അവന്റെ കിതാബുകളെ കൊണ്ടും പരിശുദ്ധരാകുന്ന മലായികത്തുകളെ കൊണ്ടും പരിശുദ്ധരാകുന്ന പ്രവാചകന്മാരെ കൊണ്ടുമെല്ലാം ഞാനിതാ പരിപൂർണമായി വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി, അള്ളാഹുവിൻ്റെതാകുന്ന പ്രവാചകന്മാർക്ക് ഇടയിൽ പോലും വ്യത്യാസമില്ലാതെ അവരെ കൊണ്ടെല്ലാം പരിപൂർണമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഒരാളെ കുറിച്ച് പോലും വേർതിരിവില്ല. ഈ രീതിയിലുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം, അപ്പോഴാണ് ഈമാൻ ഉണ്ടാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
മഹാനാകുന്ന സയ്യിദുന അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയാണ്. അവരൊരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ ഞങ്ങൾ അസ്ർ നമസ്കാരത്തിന് നിൽക്കുമ്പോൾ ഒരാട്ടിടയനായ മനുഷ്യൻ അദ്ദേഹം ഓടി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സംഭവം പറഞ്ഞു. മറ്റൊന്നുമല്ല, ഞാൻ ആടിനെ മേച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു ചെന്നായ വന്ന് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ കടിച്ചെടുത്തുകൊണ്ട് ഓടുന്നു. ഞാൻ പുറകെ ചെന്നു, വടിയുമെടുത്ത് അടിച്ചപ്പോൾ ആ ചെന്നായ ആട്ടിൻകുട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് മാറി നിന്നു. എന്നിട്ട് അതിന്റെ വാലിൽ ഇരുന്നു കൊണ്ട് അതിങ്ങനെ സംസാരിക്കുകയാണ്. ചെന്നായ സംസാരിച്ചു. എന്താ സംസാരിക്കുന്നത്? അലാ തത്തഖില്ലാഹ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുള്ളതാണ് ഈ വിഭവം. ഈ ആടിനെ കഴിക്കൽ പടച്ചറപ്പ് എനിക്ക് നൽകിയതാണ്. അതിനെ തൊട്ട് തടഞ്ഞതാകുന്ന നീ അല്ലാഹുവിനെ ഭയപ്പെടുന്നില്ലേ എന്നുള്ള അർത്ഥത്തിൽ ഈ ചെന്നായ എന്റെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, പടച്ചറപ്പ് ഇതെന്താണ് അത്ഭുതം? ഒരു ചെന്നായ അതിന്റെ വാലിൽ മേൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും. മൃഗങ്ങൾ സംസാരിക്കുന്നു. എന്താണ് ഈ സംഭവം? അപ്പോൾ ആ ചെന്നായ പറഞ്ഞു, ഇതിനേക്കാൾ വലിയ നീ അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ, നാളത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തി മദീനയിലുണ്ട്. പേര് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അദ്ദേഹത്തെ പോയി കാണി. എന്നാൽ ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ നീ ഇപ്പൊ എന്റെ വായിൽ നിന്ന് കേട്ടതാകുന്ന സംസാരമാണല്ലോ നിനക്ക് തിരിയുന്ന ഭാഷ. ഞങ്ങൾ ചെന്നായിക്കളിൽ നിൽക്കുന്ന ഭാഷയേക്കാൾ നിനക്ക് വൃത്തിയായി മനുഷ്യന് തിരിയുന്ന ഭാഷ നിനക്കുണ്ട്. നീ ഇത് കേട്ടു മനസ്സിലാക്കി. എന്നാൽ ഇതിനേക്കാൾ നല്ല ഭാഷയിൽ നല്ല കാര്യങ്ങൾ നാളെയുടെ ലോകത്തെക്കുറിച്ച് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു വ്യക്തി ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. മദീനയിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറഞ്ഞു. ഈ ചെന്നായിയുടെ വാക്ക് കേട്ടപ്പോൾ വേഗം തന്നെ ഈ ആട്ടിടയൻ ഓടി വന്നതാണ്. അസ്ർ നമസ്കാരമായപ്പോ പള്ളിയിലെത്തി നബിയെടുക്കൽ ഈ വിഷയം വന്ന് പറയാൻ വന്നു. നബി കേട്ടതിന് ശേഷം ബിലാൽ റളിയല്ലാഹുവിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അസ്ർ നമസ്കാരത്തിന് ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, നിസ്കാരം നടന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇയാളെ വിളിച്ച്, ആട്ടിടയനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആ കാര്യം എല്ലാവരോടും ഒന്ന് പറയട്ടെ, എല്ലാവരും കേൾക്കണേ എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു കഥ പറയുമ്പോൾ അപ്പൊ ഇയാൾ ഈ സംഭവമൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ആടിനെ മേച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഒരു ചെന്നായ എന്റെ ആട്ടിൻകൂട്ടത്തിൽപ്പെട്ട ഒരു ആടിനെ പിടിച്ചുകൊണ്ടുപോയി. ആ ചെന്നായ പിടിച്ചുകൊണ്ട് പോയപ്പോ ഞാൻ വേഗം വടിയെടുത്തിട്ട് അതിന്റെ പിറകെ ഓടി. അവസാനം ഈ ചെന്നായ ആടിനെ ഇട്ടേച്ച് മാറി നിന്ന് എന്റെ വാലിൽ മേലിരുന്നിട്ടൊരു സംസാരിച്ചപ്പോഴത്തേക്കും പടച്ചറബിനെ പേടിയില്ലേ എന്നൊക്കെ ചോദിച്ച് ആ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് അപ്പോഴാണ് എന്നെ ഇതിനേക്കാൾ വലിയ അത്ഭുതം, മൃഗങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതമൊക്കെ മുഹമ്മദ് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് എന്നെ വിട്ടത്. ഞാൻ അതുകൊണ്ട് ഓടി വന്നതാണെന്ന് പറഞ്ഞു. ഇയാൾ ഈ പ്രസംഗം കൊണ്ട് പറഞ്ഞു നിർത്തിയപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാന്റെ കൈകളിലാണോ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നിങ്ങൾ അറിയണം, ലാ തഖൂമുസ്സാഅ, ലോകം അവസാനിക്കുകയില്ല. ചില സംഭവങ്ങൾ നബിതങ്ങൾ എണ്ണി പറയുകയാണ്. അതിൽ ഒന്നാമതായി നബിതങ്ങൾ പറഞ്ഞത്, വന്യമൃഗങ്ങൾ പരസ്യമായി ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു കാലഘട്ടം കാണാതെ ലാ തഖൂമുസ്സാഅ, സയ്യിദുനാ റസൂലുള്ളാഹി. മൃഗങ്ങൾ മനുഷ്യനോട് സംസാരിക്കും, അവന്റെ ചെരുപ്പിന്റെ വാറ് അവനോട് സംസാരിക്കും. വീട്ടിലില്ലാത്ത സമയത്ത് ഭാര്യമാർ എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അവന്റെ മടിത്തട്ട് വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. നബിതങ്ങൾ പറഞ്ഞത് ഇന്ന് നേർക്ക് നേരെ ചേർത്തു നോക്കിൻ. ഇന്ന് ചെറിയ ചിപ്പിലൂടെ, ചെറിയ സെൻസറുകളിലൂടെ, ബട്ടൺസിനകത്ത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റുന്ന ക്യാമറകളിലൂടെ, കിമാറാത്തുൻ ഖഫിയ, ചെറിയ ഒളിക്യാമറകളിലൂടെ മനുഷ്യൻ ഇന്ന് എവിടൊക്കെയാണ് പോകുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ അറിയാം. ഇപ്പൊ ഇന്ന് എന്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ ഒരു ചെറിയ ക്യാമറയിൽ ഞാൻ അവിടെ ഒപ്പിച്ചു വെച്ചിട്ട് പോന്നാ മതി. ബെഡ്റൂമിൽ വെച്ചിട്ട് പോന്നാ മതി, ഹാളിൽ വെച്ചിട്ട് പോന്നാ മതി. അത് മൊബൈൽ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് പരസ്യമായി അത് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന, വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് അതൊരു ക്ലിപ്പാക്കിയിട്ട് അവരുടെ മുന്നിൽ കൊണ്ടുപോയി നിങ്ങൾ ഇന്നതൊക്കെ ഇവിടെ ചെയ്തില്ലേ, ഇന്ന ഭക്ഷണം കഴിച്ചില്ലേ എന്ന് പറയാൻ പറ്റുന്ന വിധത്തിലേക്ക് ഇന്ന് സാങ്കേതിക വിദ്യ വളർന്നു വലുതായിട്ടുണ്ട്. അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് സ്വഹാബത്തിന്റെ മുന്നിൽ ഇത് പറയുമ്പോൾ അവരൊക്കെ ഇങ്ങനെ കേട്ട് മിഴിച്ചു നിൽക്കാൻ, വല്ലാത്തൊരു സംഭവം പോലെ ഇരിക്കാൻ.
ഇന്ന് നമുക്കിതൊന്നും വലിയ സംഭവമല്ല. എന്താ കാരണം? ഇന്ന് AI-യുടെ യുഗമാണ്. എല്ലാ സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് ആ മൊബൈലിലുള്ളതാകുന്ന ജെമിനി ആപ്പിനോടൊന്ന് ചോദിച്ചാൽ മതി, തൃപ്പനിച്ചി ഉസ്താദിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? അപ്പൊ ഇങ്ങനെ കൃത്യമായി പറഞ്ഞു തരും. അദ്ദേഹം ഇന്ന സമയത്ത് ജനിച്ചു, അദ്ദേഹത്തിൻ്റെതാകുന്ന ജന്മനാടിതാണ്, അദ്ദേഹത്തിന് ഇന്ന പള്ളികളുണ്ട്, അദ്ദേഹം ഇന്ന രീതിക്ക് ജനിച്ചതാകുന്നു, സൂഫിയായ മനുഷ്യൻ, ഫുൾ ഹിസ്റ്ററി ഒക്കെ വിളിച്ചു പറയുക. എല്ലാം എഴുതി തരും. ഏതെങ്കിലും ഒരു ആയത്ത് എടുത്തിട്ട് ഈ ആയത്ത് ഏത് സൂറത്തിലാ ചോദിച്ചു നോക്ക്. സെക്കൻഡുകൾക്കുള്ളിൽ, മൊബൈൽ നെറ്റുണ്ടോ ആ സെക്കൻഡുകൾക്കുള്ളിൽ അടയാളപ്പെടുത്തും. ഏതെല്ലാം രഹസ്യങ്ങളുണ്ടോ എല്ലാം കൃത്യമായി ചോർത്തി തരും. ഇതെല്ലാം ഇന്നത്തെ സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കിതൊന്നും വലിയ ആശങ്കയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞത്, ഇന്ന് അടുത്തിരുന്നിട്ട് നമുക്ക് വീഡിയോ കോൾ ചെയ്യാം. ദൂരെ നിൽക്കുന്ന മനുഷ്യനെ നേർക്ക് നേരെ അവന്റെ മുഖകമലം കണ്ടുകൊണ്ടും അവൻ്റെതാകുന്ന അംഗവിക്ഷേപങ്ങൾ കണ്ടുകൊണ്ടും അവൻ എങ്ങോട്ട് നടന്നാലും പോയാലും ചെരിഞ്ഞാലും ഒക്കെ കൃത്യമായിട്ട് നമ്മൾ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കാൻ, വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കാൻ. പഴയ കാലത്ത് ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ പോകുന്നവർ പേടിച്ചും ഭയപ്പെട്ട പോകുന്നത്. ഇന്നിപ്പോ ഒരു ടൂർ പോലെ പോവാണ്. കാരണം എന്താ? എല്ലാം അവിടെ തന്നെ, അവിടെ നിന്ന് കൂടെ എത്താനുള്ള സമയമുള്ളൂ. പോകുന്നത് മുതൽ തിരിച്ചു വരുന്നത് വരെ എല്ലാ കാര്യങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാട്സാപ്പിലൂടെയും വീഡിയോ കോളിലൂടെയും ഒക്കെ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നേർക്ക് നേരെ വാപ്പായും ഉമ്മയും കണ്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ തലമുറ മാറി. ഞാൻ പറയുന്നത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കൃത്യമായി അടയാളപ്പെടുത്തിയതാണ്. അപ്പൊ ആ ഒരു വിശ്വാസം നമുക്ക് വരണം. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ഇത് പറയുമ്പോൾ അവരൊക്കെ വളരെ അതിശയത്തോടു കൂടി നിൽക്കുന്നു. മനുഷ്യന്റെ കൈകൾ സംസാരിക്കുമെന്നോ, അവന്റെ മടിത്തട്ട് വീട്ടിൽ ഒളിപ്പിച്ചു വെച്ച പല കാര്യങ്ങളും വെളിപ്പെടുത്തുമെന്നോ? മടിത്തട്ടെന്നുകൊണ്ട് ഉദ്ദേശം എന്താ? മടിയിൽ എന്തെങ്കിലും ഒരു ചെറിയ ക്യാമറ വെച്ചാൽ മതി, കാര്യങ്ങളെല്ലാം ഒപ്പിയെടുക്കാൻ. ചെറിയ രഹസ്യമായ ക്യാമറ, അതിലൂടെ എല്ലാ കാര്യങ്ങളും അറിയുകയാണ്. ഈ ഒരു രീതിയിലേക്ക് ലോകം മാറി എന്നുള്ള വസ്തുത പ്രിയപ്പെട്ട വിശ്വാസികൾ അറിയാതെ പോകരുത്. ഈ വിഷയത്തെ കുറിച്ചുമൊക്കെ വിശ്വസിക്കാൻ അന്ന് ആഹ്വാനം കൊടുക്കുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടുന്നു. ഇന്ന് നമുക്കതൊരു വലിയ ആശങ്കയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പോലും പരിപൂർണമായി തസ്ദീഖ് ചെയ്യാൻ, വിശ്വസിക്കാൻ മുഅ്മിനീങ്ങൾ തയ്യാറാകണമെന്നർത്ഥം. നേർക്ക് നേരെ കണ്ടത് മാത്രം പോരാ. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, എനിക്ക് അനുഭവിച്ചറിയണം, എന്റെ ജീവിതത്തിൽ കണ്ടത് മാത്രമേ ഞാനിതാ വിശ്വസിക്കൂ എന്ന് കരുതുക. നമ്മുടെ ലോകത്തേക്ക് എത്രയെത്ര മാറ്റം വന്നു. സ്വഹാബത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ട് നോക്കിൻ, മൊബൈൽ ഫോണിന്റെ യുഗം വന്നു. മറ്റൊരു രാജ്യത്ത് നടക്കുന്നതാകുന്ന വേൾഡ് കപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് രാത്രിയിൽ കാണാൻ വേണ്ടി ഉറക്കമൊഴിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ ഈ വാത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകണം എന്ന നിയ്യത്തിലിരിക്കുന്നവരും ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലേ? മറ്റൊരു രാജ്യത്ത് നടക്കുന്നതാകുന്ന കളികൾ അതേ സമയത്ത് തന്നെ കൃത്യമായി കാണുകയാണ്. ആര് ജയിക്കും? ഇംഗ്ലണ്ട് ജയിക്കുമോ? ഫ്രാൻസ് ജയിക്കുമോ? ആരാണ് അടുത്ത സ്ഥാനത്തേക്ക് വരിക? നാളത്തെ രാത്രിയിൽ ഇത്തിക്കാഫിരിക്കണം, ഇന്ന കളി കാണണം, അർജന്റീന ജയിക്കുമോ ആര് ജയിക്കുമോ എന്ന് ഇപ്പോഴേ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന കണ്ണുകളുണ്ട്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. പ്രിയമുള്ളവരെ, ചിന്തിക്കണം. ഇത് സെക്കൻഡുകൾക്കുള്ളിൽ സംപ്രേഷണം ചെയ്യപ്പെടുകയും അവിടെ നടക്കുന്നത് അതാത് സമയങ്ങളിൽ കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഗോൾ അടിക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ ഇവിടെ കാണുന്നു, ഗോൾ അടിച്ചതായി കൃത്യമായി കാണുന്നു, ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ. ആലോചിക്കണം, എവിടെ എത്തി ലോകത്തിന്റെ വളർച്ച മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ഇത്രയേറെ വളർച്ചയിലേക്ക്, ഇങ്ങനെ ഒരു സംഭവ വികാസങ്ങളിലേക്ക് ഒരു 100 കൊല്ലം മുമ്പ്, 1000 കൊല്ലം മുമ്പൊക്കെ പറയുമ്പോൾ ആളുകൾ ഞെട്ടിത്തിരിക്കും. എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അതാണ് ഒരു ചെന്നായ സംസാരിച്ചപ്പോഴത്തേക്കും അതിശയിച്ചതാകുന്ന മനുഷ്യനോട് നബി തങ്ങൾ പറഞ്ഞു, ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലുത് വരാനുണ്ട്, മുഹമ്മദ് റസൂലുള്ളാഹി. നബിക്കിതൊക്കെ അറിയാം. നബി തങ്ങൾ അന്ന് തന്നെ കൃത്യമായി സാങ്കേതിക വിദ്യയെക്കുറിച്ച് കൃത്യമായി ഉണർത്തി കൊടുത്തു. ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെയുള്ള വാസ്തവീകരണം ഉണ്ടാവണം, സത്യസന്ധമായ രീതിയിൽ രൂഢമൂലമാകുന്ന ഉറച്ച വിശ്വാസം ഉണ്ടാവണം. അപ്പോഴാണ് ഈമാൻ പരിപൂർണനായ മനുഷ്യനായി മാറുകയുള്ളൂ. വേരുറച്ച വിശ്വാസം അതെല്ലാത്തിലും വേണം. ഇഅ്തിഖാദിയായ വിശ്വാസപരമാകുന്ന കാര്യങ്ങളിലൊക്കെ അതേപോലെ വേണം. ആദർശത്തിൽ വിട്ടുവീഴ്ച പാടില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ പരിപൂർണമായി വേരൂന്നിക്കൊണ്ട് നിൽക്കണം. സുന്നത്ത് ജമാഅത്ത് വിട്ടിട്ട് യാതൊരുവിധ കളിയുമില്ല എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അതാണല്ലോ നേരത്തെ ഇവിടെ മുസ്തഫൽ വൈസി ഉസ്താദ് അടക്കമുള്ളവർ സൂചിപ്പിച്ചതും അത് തന്നെയാണ്. സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. എനിക്കെല്ലാം അറിയാമെന്ന നിലയ്ക്കല്ല, വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല വിഷയങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം പോകും, നമ്മുടെ കണ്ണുകൾ ഉടക്കും.
ഹൃദയം വിശാലമാകും, ആത്മീയമാകുന്ന വളർച്ച നമുക്കുണ്ടാവും. എത്ര പഠിച്ചവനോടും വീണ്ടും പറഞ്ഞത് റബ്ബി സിദ്നി ഇൽമാ, ഇൽമ അധികരിപ്പിക്കണേ എന്ന് തേടാൻ വേണ്ടിയിട്ടാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വരെ അള്ളാഹു കൽപ്പിച്ചതാണ്. അപ്പൊ നമ്മളൊന്നും പഠിച്ച് എവിടെയും വരെ എത്തിയിട്ടില്ല, അത് മനസ്സിലാക്കണം. വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ആദർശത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും വരാൻ പാടില്ല. നല്ലതുപോലെ ആദർശം കൈമുതലാക്കണം. ഇപ്പോഴും പല ആളുകളും പഴയതാകുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ആദർശത്തിലൊക്കെ ചില വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. അതാണ് ഞാൻ രണ്ടാമതായി ഓതിയിട്ടുള്ള ഹദീസ്. അതാണ് ആയത്ത് നമ്മൾ വിശദീകരിച്ചു, സൂറത്തുൽ മസദ്. നമുക്ക് ചില ആളുകളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഈമാനിൻ്റെതാകുന്ന ആവേശം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മഹാനാകുന്ന സയ്യിദുനാ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ മരണാസന്ന വേളയിൽ വെച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. കൂട്ടുകാർ വന്നുകൊണ്ട് ചോദിക്കുകയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട്, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വല്ലാതെ വിങ്ങിപ്പൊട്ടുന്നത്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൂട്ടുകാര് പറഞ്ഞു, നിങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ നിങ്ങൾക്ക് സ്വർഗമുണ്ട്, നിങ്ങൾ സ്വർഗാവകാശിയാണ് എന്ന്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടതാകുന്ന വ്യക്തിയല്ലേ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് സ്വഹാബിയാകുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ഒരു കാലഘട്ടത്തിൽ ശത്രുക്കളോടൊപ്പം നിന്നതാകുന്ന വ്യക്തിയാണ് ഞാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊന്നുകളയാൻ വേണ്ടി, പ്രവാചകരെ വധിച്ചു കളയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാകുന്ന വ്യക്തിയാണ് ഞാൻ. അവസാന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം പുൽകാൻ അല്ലാഹു തൗഫീഖ് ചെയ്തതാകുന്ന വ്യക്തിയാണ്. അന്ന് ഞാൻ മുസ്ലിമായിരുന്ന ഘട്ടത്തിലാണ് മരിക്കുന്നത് എങ്കിൽ അല്ലാ കത്തിച്ചൊരിക്കുന്ന നരകത്തിലേക്ക് എന്നെ എറിയപ്പെടുമായിരുന്നല്ലോ, എന്നെ എറിയപ്പെടുമായിരുന്നല്ലോ. ഹബീബായ നബി തങ്ങളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്തുകൊണ്ട് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നതാണ്. മുസ്ലിമായി ജീവിച്ചുകൊണ്ട് നിലകൊണ്ടതാണ്. റസൂലുള്ളാഹിയോടൊപ്പം ധാരാളം യുദ്ധങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് സഹായിയായ വ്യക്തിയാണ്. ഞാൻ മുസ്ലിമായിരിക്കുന്ന സമയത്ത് പ്രവാചകരോടൊപ്പമുള്ള കാലയളവിലാണ് എന്റെ മരണമുണ്ടായിരുന്നതെങ്കിൽ എനിക്ക് യാതൊരുവിധ വിഷവും ഉണ്ടാകുമായിരുന്നില്ല. കാരണം എന്റെ മയ്യിത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്, ആനന്ദമാണ്. ഇന്നിതാ ഞാൻ വർഷങ്ങൾ കഴിഞ്ഞു പോയി, റസൂലുള്ളാഹി വഫാത്തായി പോയി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞു പോയി, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഈജിപ്തിൻ്റെതാകുന്ന ഗവർണറായി എന്നെ നിശ്ചയിച്ചുകൊണ്ട് പേർഷ്യ അടക്കമുള്ളതാകുന്ന രാജ്യങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങളായി 57 രാജ്യങ്ങളോളം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നാൽ എന്റെ മനസ്സിന്റെ അകത്തലങ്ങളിൽ ഇപ്പോൾ വല്ലാത്ത നീറ്റലാണ്, വല്ലാത്ത പ്രയാസമാണ്. ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ മരണപ്പെട്ടാൽ എന്റെ ജീവിതം ഖൈറിലാകുമോ? എനിക്ക് നാളെ സന്തോഷകരമാകുന്ന ജീവിതം ഉണ്ടാകുമോ? ഞാൻ എന്റെ പാരത്രികമാകുന്ന ലോകത്ത് ഓർത്തുകൊണ്ട് വിഷമിക്കുകയാണ് എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബത്ത് പോലും നാളെയുടെ ലോകത്തെ കുറിച്ച് പൊട്ടിക്കരയുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, നമുക്ക് ഈ ചിന്തയുണ്ടോ? നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? എന്തെല്ലാം നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുള്ളത്? ഏതെല്ലാം നന്മകളിലേക്ക് പോകാൻ സഹായമായിട്ടുണ്ട്? 5 വഖ്ത് നമസ്കാരങ്ങൾ പോലും ചിട്ടയില്ലാതെ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലേ? വ്യഭിചരിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലേ? സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവരില്ലേ? സീരിയൽ ദർശിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലേ? മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്നവരില്ലേ? പരലോകത്തെ പറ്റി ചിന്തയില്ലാതെ ആഖിറത്തെ പരിപൂർണമായി നഷ്ടപ്പെടുത്തി കളയുന്നതായ മുസ്ലിമില്ലേ, മുഅ്മിനത്തില്ലേ? ചിന്തിക്ക്. അവരൊക്കെ ഈമാൻ പരിപൂർണരായ വ്യക്തിത്വങ്ങൾ, കാമിലായ ആളുകൾ, സ്വഹാബത്തെ കിറാം റളിയല്ലാഹു അൻഹും. അല്ലാഹു അവരെ കൊണ്ട് സംതൃപ്തിപ്പെട്ടു എന്ന് ഖുർആൻ കൃത്യമായി അടയാളപ്പെടുത്തിയതാകുന്ന ആളുകൾ മരണാസന്ന വേളയിലിരുന്ന് ദുഃഖിക്കുകയാണ്.
രക്ഷപ്പെടുമോ? അവരൊക്കെ അവിശ്വാസിയായിരുന്ന കാലഘട്ടം അതോർത്ത് നെടുവീർപ്പെടുന്നു. അന്നെങ്ങാനും മരിച്ചു പോയിരുന്നെങ്കിൽ ഉറപ്പായും എനിക്ക് നരകമുണ്ടായിരുന്നു. നബിക്ക് എതിരിൽ ജീവിച്ച കാലഘട്ടം നോക്കൂ നിങ്ങൾ. ഇതേപോലെ തന്നെയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന് എതിരെ ശബ്ദിച്ച ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചു കളയാൻ വേണ്ടി കുതിരപ്പുറത്ത് വാളുമേന്തി വന്ന മനുഷ്യനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. അവസാനം ആരായി? നിങ്ങളുടെ പെങ്ങളും അളിയനും ഇതാ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്, അവരെ നന്നാക്കിയിട്ട് വരൂ എന്നുള്ള ശബ്ദം കേട്ടപ്പോ അവരുടെ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് സൂറത്തു ത്വാഹായുടെ മനോഹരമാക്കപ്പെട്ട വചനങ്ങളുടെ മൊഴികൾ കേൾക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ ചോദിച്ചു കൊടുത്തില്ല. കുളിച്ചു വന്ന അദ്ദേഹത്തിന്റെ കൈകളിൽ നൽകിയ ഖുർആനിന്റെ മനോഹരമായ വരികളിലേക്കൊന്ന് പാരായണം ചെയ്തപ്പോ ഹൃദയത്തിലേക്ക് അല്ലാഹു ആത്മീയമായ പ്രകാശം ഇട്ടുകൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ ആരായി മാറി സഹോദരങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെച്ച, അനുരാഗം വെച്ച ഏറ്റവും വലിയ ആശിഖ് റസൂലായി മാറി. നബിയെ കൊല്ലാൻ വന്ന മനുഷ്യൻ പിന്നെ ആ നബിയുടെ തലയ്ക്ക് മീതെ ശരീരത്തിന്റെ ഭാഗത്തിലൂടെ ഒരു കൊതുക്, ഒരു ഈച്ച പോലും പറക്കാൻ പറ്റാത്ത നിലയിലേക്ക് നിന്നു എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അത്ര പോലും അദ്ദേഹം ശത്രുക്കളെ അടുപ്പിച്ചിരുന്നില്ല. പലപ്പോഴും ഹദീസിൽ കാണാം, ബുഖാരി മുസ്ലിം അടക്കമുള്ളതാകുന്ന സ്വഹീഹായ ഹദീസുകളിൽ കാണാം, നബിയുടെ അടുക്കൽ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ പലപ്പോഴും പലരുടെ വിഷയത്തിലും ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ദഅഹു, അവനെ ഇങ്ങ് വിട് നബിയെ, അളിരിബ് ഉനക ഹാദൽ മുനാഫിഖ്, ഈ മുനാഫിഖായ കപടവിശ്വാസിയുടെ കഴുത്ത് ഞാൻ വെട്ടട്ടെ എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാളൂരിക്കൊണ്ട് പലപ്പോഴായി പ്രവാചകരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവിശ്വാസിയല്ല വിശ്വാസിയായ മനുഷ്യരിൽ തന്നെ കപടതയുടെ മുഖമുള്ള ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവാചകരുടെ മുന്നിൽ വെച്ചുകൊണ്ട് സംസാരിച്ചതായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നബി തങ്ങൾ അപ്പോഴൊക്കെ കൈക്ക് പിടിക്കും, വേണ്ട ഉമറെ വിട്, ദഅഹു യാ ഉമർ വിട്. ഒരിക്കൽ ഹാത്തിം ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു അസ്ഹാബുൽ ബദരീങ്ങളിൽ പങ്കെടുത്ത വ്യക്തിയാണ്, ബദരീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്, ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കൽ ഒരു കത്ത് കൊടുത്തു വിട്ടു പ്രായം ചെന്നതാകുന്ന ഒരു ഉമ്മയുടെ അടുക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രഹസ്യ കത്ത് കണ്ടെടുക്കാൻ വേണ്ടി 2-3 പേരെ ചുമതലപ്പെടുത്തി. ഒന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. മരുമകനാകുന്ന അലി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, അലിയെ, നീയും ബഹുമാനപ്പെട്ടതാകുന്ന സുബൈർ റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ 2-3 പേര് വേഗം പോകണം. മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ ഖാഹ് എന്ന് പറയുന്ന തോട്ടത്തിനുള്ളിൽ നിങ്ങൾ എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു പ്രായം ചെന്ന ഒരു ഉമ്മ ഉണ്ടാവും. ആ ഉമ്മയുടെ കൈവശം ഒരു കത്തുണ്ട്, രഹസ്യമായ കത്താണ്. ആ കത്ത് നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരണം. അങ്ങനെ ഇവര് വേഗം പോയി. സുബൈർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു 3 പേരും കുതിര എടുത്തുകൊണ്ട് വേഗം പോയി. നബി തങ്ങൾ പറഞ്ഞതല്ലേ, പുലരുന്ന പ്രവചനം നടത്തുന്ന വ്യക്തി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇവര് എത്തുമ്പോൾ ഖാഹി എന്ന് പറയുന്ന തോട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രായം ചെന്ന ഒരു ഉമ്മ അവിടെ ഉണ്ട്. അവരുടെ അടുക്കൽ ചെന്ന പാടെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കത്തിങ്ങെടുത്ത്. അപ്പൊ ഇവര് പറഞ്ഞു, മാഇന്നി ഖത്തുൻ, എന്റെ കയ്യിൽ കത്തൊന്നുമില്ല. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കത്ത് നിന്റെ കയ്യിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളെ പറഞ്ഞു വിട്ടതാരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ എന്തായാലും കളവ് പറയില്ല. മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. എന്തെങ്കിലും നബി പറയണമെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള കൃത്യമായ അറിയിപ്പ് കിട്ടിയിട്ടേ പറയുള്ളൂ. അതുകൊണ്ട് കത്ത് നീ എടുക്കണം, പുറത്തെടുക്കണം. ഇല്ലെങ്കിൽ നിന്നെ വസ്ത്രം ഉരിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ അത് എടുക്കുമെന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ പറയുന്നത്? സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് ലജ്ജയുള്ളതാകുന്ന സ്ത്രീകൾക്ക് അവരുടെ വസ്ത്രം ഉരിയപ്പെടുന്നത് വലിയ വിഷയം തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ പേടിച്ചിട്ട് അവർ കത്തെടുക്കും. നിന്റെ തുണി ഉരിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും? ഡ്രസ്സ് കണ്ടെടുക്കും, ചെക്ക് ചെയ്യും, നല്ലതുപോലെ മര്യാദയ്ക്ക് എടുക്ക് എന്ന അർത്ഥത്തിൽ പറയാം. അന്നത്തെ കാലം ആയതുകൊണ്ടാണ്. ഇന്നാണെങ്കിൽ റാഹത്തായിട്ട് വേണം ഉരിഞ്ഞിട്ട് കൊടുക്കും. തന്നാ നോക്കിക്കോളാൻ പറയും ഇന്നത്തെ പെണ്ണുങ്ങൾ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അന്ന് പേടിയുണ്ട്. ഡ്രസ്സ് ഉരി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഭയപ്പാടുണ്ട്. വേഗം തന്നെ അപ്പൊ ഈ പെണ്ണെന്തു എന്നാണ് ഹദീസിലുണ്ട്. അവരുടെ മുടിക്കെട്ടിൽ നിന്ന് ഈ കത്തെടുത്ത് പുറത്തെടുത്തു. ഇത് പുറത്തെടുത്തപ്പോ സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു കത്ത് വാങ്ങിച്ചുകൊണ്ട് നേരെ വന്നു ഇലാ ഹദ്റത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
കത്ത് അങ്ങനെ പൊട്ടിച്ചു നോക്കാൻ പാടില്ലല്ലോ. നേരെ നബിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നബി തങ്ങൾ പറഞ്ഞു പൊട്ടിക്കും. അങ്ങനെ പൊട്ടിച്ചു നോക്കി, വായിച്ചു നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും മദീനയിൽ ജീവിക്കുന്നതിന്റെ ചുറ്റുവട്ടവും അവിടുത്തെ രഹസ്യമായ കാര്യങ്ങളും ഒക്കെ ചോർത്തി കൊടുത്തിരിക്കുകയാണ്. ആര്? മഹാനാകുന്ന ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു. ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ബദറിൽ പങ്കെടുത്ത 313 പേരിൽ പ്രമുഖനായ സ്വഹാബിയാണ് അദ്ദേഹം. ഹാത്തിം റളിയല്ലാഹു അൻഹു എഴുതി വിട്ടേക്കുന്ന കത്താണ്. മദീനക്കാരായ ആളുകളെ കുറിച്ചുള്ള, നബിതങ്ങളെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങളൊക്കെ അദ്ദേഹം ഈ കത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ ഉമ്മമ്മയുടെ കയ്യിൽ കൊടുത്തു വിട്ടതാ. ഇവരെങ്ങോട്ട് പോകുന്നുണ്ട്? മക്കത്തേക്ക് പോകുന്നുണ്ട്. അവിടെ എത്തിയിട്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് ഇത് കൊടുക്കണേ എന്ന് പറഞ്ഞ് കൊടുത്തു വിട്ടതാ. രഹസ്യങ്ങൾ ചോർത്തി വിട്ടിരിക്കുക. യഥാർത്ഥത്തിൽ രഹസ്യം ചോർത്തിയ തല വെട്ടണം, അതാണ് നിയമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ എവിടെ വിളിക്കാൻ പറഞ്ഞു. ഹാത്തിം റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങളുടെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു. അപ്പോൾ സ്വഹാബത്തൊക്കെ അറിഞ്ഞു. എല്ലാവരും ഓടി ഓടി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരൊക്കെ സദസ്സിൽ വന്നിരിക്കുകയാണ്. എല്ലാവരും വന്നു. കേസ് വലിയ വിഷയമായി. കാരണം എന്താ? രഹസ്യ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചോർത്തി വിട്ടിരിക്കുന്നു. ഹാത്തിം വലിയ കുറ്റകൃത്യമാണ് ചെയ്തിരിക്കുന്നത്. നബി ഉറപ്പായിട്ട് അവരെതിരെ നടപടിയെടുക്കും. എല്ലാവരും വന്നു. അവ നബിതങ്ങൾ വിളിച്ചു വിട്ടിട്ടു, ഹാത്തിമു, എന്താ ഇങ്ങനെ നീ ചെയ്യാൻ കാരണം? ഹാത്തിം ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിതങ്ങളെ, ഞാൻ ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തു വിട്ടില്ല. ഞാൻ മുർത്തദ്ദുമല്ല. എല്ലാവരും ഇൻഷാ അല്ലാഹ് നല്ലൊരു സദഖ നൽകുക. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. എല്ലാവരും നൽകട്ടെ. നല്ലൊരു നീയത്തോടു കൂടി കൊടുക്കുക. ഇന്ന് നമ്മുടെ സമാപന ദിവസമാണ്. നാളെ ദുആഇന്റെ മജ്ലിസാണ്. എല്ലാവരും നല്ലൊരു സദഖ. അല്ലാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു ഞങ്ങളുടെ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. വിഷമങ്ങൾ, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് പരിപൂർണമായ കാവൽ നൽകണേ അല്ലാഹ്. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മുടെ റിസ്ഖിൽ ബർക്കത്ത് നൽകട്ടെ. എല്ലാവിധ വർധനവും അല്ലാഹു നസീബാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മുടെ മുതഅല്ലിമീങ്ങൾ ഈ വർഷം ഇറക്കിയതാകുന്ന അല്ലിവ എന്ന ചെറിയൊരു സുവനീർ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. മുസ്തഫൽ ഫൈസി ഉസ്താദ് സൂചിപ്പിച്ചതും അതാണ്. നമ്മുടെ കച്ചവടത്തിന്റെ രീതിശാസ്ത്രങ്ങൾ കൃത്യമായി പുതിയ തലമുറ പഠിക്കേണ്ടതായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ മനോഹരമാക്കപ്പെട്ട കിതാബുകളുടെ ഇബാറത്തിന്റെ ഇരടികളോടുകൂടി കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥം. അതിന് 100 രൂപയെ അവർ കുട്ടികൾ ഈടാക്കുന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓരോ കോപ്പി കൈപ്പറ്റണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുട്ടികൾ ഇപ്പൊ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരും. അത് വലിയ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയൊക്കെ കച്ചവടം ചെയ്ത് കുടുങ്ങിയതിന് ശേഷമാണ് പലരും മസല ചോദിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. പല കച്ചവടവും നമുക്ക് ഇസ്ലാമിൽ അനുവദനീയമാണോ എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് കച്ചവടം ചെയ്യാം. പല ബിസിനസ്സും ഹലാലായ ബിസിനസ്സും ഒരുപാടുണ്ട്. അതിന്റെ പല വകുഭേദങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്കറിയില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ സുവനീർ ഒരെണ്ണം വാങ്ങിച്ച് ഇൻഷാ അല്ലാഹ് വായിക്കാൻ മനസ്സിലാകും. കാരണം കൃത്യമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്, വെറുതെ എഴുതി വെക്കല്ല. കിതാബിന്റെ ഇബാറത്തോടു കൂടി തന്നെയാണുള്ളത്. കുട്ടികളോട് കൊണ്ടുവരുന്നുണ്ട്. അതിലെല്ലാവരും ഒരു കോപ്പി വാങ്ങിച്ചു വെച്ചോളൂ, ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കച്ചവടം ചെയ്ത് കുടുങ്ങിയതിന് ശേഷം പിന്നെ മസല അന്വേഷിക്കാം. ഞാനിങ്ങനെ പെട്ടു, അത് ഹലാലായിരുന്നു ഉസ്താദെ, അത് ഹറാമായിരുന്നു ഉസ്താദെ. ഇങ്ങനെയാണ് പലരും ഇന്ന് വരുന്നത്. അങ്ങനെയല്ല. പഴയ കാലഘട്ടത്തിൽ ഏത് ബിസിനസ് നടത്തുമ്പോഴും ഖാദിമാരോട് ചോദിക്കും, മഹല്ലിലതാകുന്ന ഖത്തീബുമാരോട്, ആലിമീങ്ങളുമായി ചർച്ച ചെയ്യും. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മസലകൾക്ക് നല്ലതുപോലെ പഠിച്ചിട്ടാണ് പലരും പല ഷെയർ മാർക്കറ്റുകളിലേക്കും വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുക. ഇതെല്ലാം കഴിഞ്ഞ് കുടുങ്ങിക്കഴിയുമ്പോഴത്തേക്കും പലരും വരും. അങ്ങനെയല്ല വേണ്ടത്. അതുകൊണ്ട് നിർബന്ധമായും അതിന്റെ രീതിശാസ്ത്രങ്ങളൊക്കെ കൃത്യമായി വിശദീകരിക്കുന്നതായ നല്ല ഒരു ഗ്രന്ഥമാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് അത് കൈപ്പറ്റുക. ഒരു കോപ്പി വീതം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മക്കളെയും അതുമായി ബന്ധപ്പെട്ടു അണിയറ പ്രവർത്തകരായി നിന്നിട്ടുള്ള മുഴുവൻ അംഗങ്ങളെയും അതിനെ സഹായിച്ച പ്രിയപ്പെട്ട ഉസ്താദുമാരടക്കം എല്ലാവർക്കും അല്ലാഹു ഖൈർ ബറകാത്തുകൾ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അതുപോലെ ശ്രദ്ധിക്കണേ, ഹാത്തിം ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു. കേസ് ഫയൽ ചെയ്തിരിക്കുന്നു.
നബിതങ്ങൾ ചോദിച്ചു, ഹാത്തിമ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അപ്പം അദ്ദേഹം കൊടുത്ത മറുപടി, നബിതങ്ങളെ, ഞാൻ ഒരിക്കലും ഇസ്ലാമിലൊന്ന് പുറത്തു പോകുന്ന പ്രവർത്തനം ചെയ്തിട്ടുമില്ല, ചെയ്യുകയുമില്ല. മറിച്ച് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന വ്യക്തിയാണ് ഞാൻ. മുഹാജിരീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. മക്കക്കാരിൽ നിന്ന് എന്നോടൊപ്പം വന്നതാകുന്ന പലർക്കും അവിടെ കുടുംബങ്ങളും അവരെ കാത്തു സംരക്ഷിക്കുവാനും ആ കുടുംബങ്ങൾക്ക് കാവല് കിട്ടാനൊക്കെ പലരുമുണ്ട്, ബന്ധങ്ങളുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. അപ്പൊ ഈ രഹസ്യ വിവരങ്ങളൊക്കെ കൊടുത്താല് മക്കയിലെ മുശ്രിക്കീങ്ങൾ തന്നെ പറയും, എടാ അവരെയൊക്കെ വെറുതെ വിട്ടേക്കട്ടെ, അത് നമ്മുടെ ഹാത്തിമിന്റെ ആൾക്കാരാ, ഒന്നുമില്ലല്ലോ, അവൻ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ന്യൂസൊക്കെ തരുന്ന വ്യക്തിയാണ് എന്നുള്ള രീതിക്ക് അവർക്കിടയിൽ ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ചെയ്തത്, അല്ലാതെ ആവശ്യമില്ലാത്ത ഒന്നും ഞാൻ കൈമാറി പോയിട്ടില്ല നബിയെ എന്ന് പറഞ്ഞു. ചെയ്തത് കുറ്റാണ്, ശരി തന്നെയാണ്. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു നിർത്തുമ്പോ മഹാനാകുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വേഗം ചാടി എഴുതിട്ട് പറഞ്ഞു, ഈ കപട വിശ്വാസിയുടെ പെരടി ഞാൻ വെട്ടിക്കളയട്ടെ. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവനെ വിടണേ ഉമറേ. ആരാണെന്നറിയുമോ? ഇത് ഹാത്തിമാണ്, ഹാത്തിമാണ്. പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ബദറിൽ പങ്കെടുത്തതാകുന്ന സഹാബത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിനക്കറിയില്ലേ? നിനക്കറിയില്ലേ ഉമറേ? ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫറല്ലാഹു ലക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു ലോകത്ത് ഒരേ ഒരു വിഭാഗത്തോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പരിശുദ്ധരായ അസ്ഹാബുൽ ബദരീങ്ങളാണ്. ബദറിൽ പങ്കെടുത്ത സഹാബിയാണ് ഹാത്തിമ്. ഹാത്തിമ് അതുകൊണ്ട് അദ്ദേഹത്തെ സംശയിക്കല്ലേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ മനസ്സിലാക്കണം. ഇത് ബദരീങ്ങളുടെ മഹത്വം കൂടി വിവരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ബദറിൽ പങ്കെടുത്തതാകുന്ന ആളുകൾ അത് 14 പേര് മാത്രമാണ് ഷഹീദായവർ. നമുക്കറിയാമല്ലോ ബദറിൽ ഷഹീദായത് എത്ര പേരാണ്? എത്ര പേരാ ഷഹീദായത്? 14 ആളുകളാണ്. 13 പേരുടെ മഖ്ബറകളാണ് നമ്മൾ ബദറിൽ പോയാൽ കാണുന്നത്. ഒരാൾ ഉബൈദത്ത് ബിൻ അൽ ഹാരിസ് റളിയല്ലാഹു അൻഹു അവരുടെ മഖ്ബറയുള്ളത് അല്പം കൂടി മാറിയിട്ടാണ്, മദീനയിലേക്ക് പോകും വഴിയാണ്. 14 പേര് ബദറിൽ ഷഹീദായി. വദുശിമാലൈനി ഉമൈറും മിഹ്ജഉ عبيدة صفوان سعد رافع حريصة معوذ مبشر عوف يزيد عقل عمير عنهم رضا الرحمن دوما نازل صحائب الفضل علينا نائل. അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ, അവരുടെ പൊരുത്തം നമുക്ക് അല്ലാഹു നസീബാക്കുമാറാവട്ടെ. ഈ 14 പേരിൽ ആരില്ല? ബഹുമാനപ്പെട്ട ഹാത്തിബ് നബി ബൽതാ റളിയല്ലാഹു അൻഹു ഇല്ല. പിന്നെ എങ്ങനെ അവർ ബദറിൽ വലിയ വലിയ മഹത്തുക്കളാന്ന് പറയുന്നത്? 14 പേര് മാത്രമല്ല, ഷഹീദാക്കപ്പെട്ടതാകുന്ന ആ 14 പേരോടൊപ്പം ബദറിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കാൻ അവർക്കൊക്കെ കൊടുത്തു. 313 പേർക്കൊന്നും നൽകിയിട്ടുണ്ട്. ബദർ ശുഹദാക്കൾ എന്നുള്ള ആ പ്രതിഫലം, ഷഹീദിന്റെ പ്രതിഫലം നൽകി. അതാണ് ബദർ മറ്റുള്ള യുദ്ധങ്ങളിൽ നിന്ന് വ്യതിരക്തമാകാനുള്ള ഒരു കാരണം. ഹാത്തിബ് നബി ബൽതാ റളിയല്ലാഹു അൻഹു വിഷയത്തിൽ നബി തങ്ങൾ ഉടനെ ഇടപെട്ടു. ഒന്നും ചെയ്യരുത്, തൊട്ടുപോകരുത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ഒരു രഹസ്യ വിവരം അമുസ്ലിമീങ്ങൾക്ക് നൽകി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇടപെട്ടു ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വിളിച്ചത് മുനാഫിഖ് എന്ന കപട വിശ്വാസി എന്നാണ് അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു. ആരായി ഉമർ റളിയല്ലാഹു അൻഹു? ഒരിക്കൽ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ വേണ്ടി വാളുമായി വന്ന മനുഷ്യനാ. ഇപ്പോ ഈ നബിക്ക് എതിരിൽ ആരെങ്കിലും ഒരു കത്ത് അയക്കുന്നു എന്നറിയുമ്പോൾ അയാളെ കൊല്ലാൻ വേണ്ടി വാളെടുത്തു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, ഈമാനിന്റെ കനകക്കട്ടിയായി മാറി. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത് മറ്റൊന്നുമല്ല. ഇസ്ലാമിൽ സ്വപ്നത്തിന് വലിയ സ്ഥാനമുണ്ട്, ചില കാര്യങ്ങൾക്കൊക്കെ കൃത്യമായി തഅബീറുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? ഞാൻ ഇന്നലെ കണ്ടത് നല്ല ഒരു തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു കമീസ് ഇട്ട് നിൽക്കുന്നതായിട്ടാണ്.
അവൻ നബി തങ്ങൾ പറഞ്ഞു, ഉമറേ, നീ ഈമാനിന്റെ പൂർണ്ണ രൂപമുള്ള വ്യക്തിയാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആരെക്കുറിച്ച് ഈ പറയുന്നത്? അവിശ്വാസം മുൽകി നടന്ന മനുഷ്യനാണ് അവസാനം ഈമാന്റെ പൂർണ്ണതയിലേക്ക് എത്തിയത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹു പലപ്പോഴും പല രീതിയിലും പല സ്വഹാബത്തുമായി വലിയ ബന്ധം വെച്ച വ്യക്തിയാണ്. ഖലീഫയായിരിക്കുന്ന ഘട്ടത്തിൽ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിനെ പതുക്കെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇന്നലെ മരിച്ചല്ലോ ഒരാൾ, അയാളെ മയ്യത്ത് നിസ്കരിക്കണോ? അയാളുടെ ജനാസ ഇപ്പൊ കൊണ്ടുവരും. അയാൾ മുനാഫിക്കാണോ? കാരണം ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. നബി തങ്ങൾ എല്ലാ രഹസ്യങ്ങളും അദ്ദേഹത്തോട് പങ്കുവച്ചിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആരാണ് യഥാർത്ഥ മുഅ്മിൻ, ആരാണ് നമ്മുടെ കൂട്ടത്തിൽ സമ്പത്ത് കൊണ്ടുകൊണ്ട് വന്നിട്ടുള്ളത്, യുദ്ധാനന്തരം മുതൽ മാത്രം കൊതിച്ചുകൊണ്ട് വന്നിട്ടുള്ളവരാരാണ്, ഇല്ലെങ്കിൽ വിവാഹ ജീവിതം നയിക്കാൻ വേണ്ടി മാത്രം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് വന്നിട്ടുള്ളത് ആരാണ് എന്നൊക്കെ കൃത്യമായി നബി തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സ്വഹാബിയാണ് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഇറാഖിലാണ് അവരുടെ ഖബറുള്ളത്, ഹുദൈഫത്തുൽ യമാനി. സൽമാൻ പാക്കിൽ ഞാൻ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു നമുക്കൊക്കെ പോകാൻ സിയാറത്ത് ചെയ്യാനും തൗഫീഖ് നസീബാക്കട്ടെ. ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ വലിയ വിശാലമായ മഖ്ബറ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മഖ്ബറയുടെ ചാരത്താണ്, അതിനോട് ചേർന്നിട്ടാണ് ആരുടെ ഖബറുള്ളത്? ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഓരോരുത്തരെ കുറിച്ച് ചോദിക്കും, ഇയാളെ മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റുമോ? അപ്പൊ അദ്ദേഹം പറയും, ഹുദൈഫ യമാനി പറയും, പിന്നെ ഓക്കെയാണ്, അയാൾ കറക്റ്റ് ആണ് കേട്ടോ, നബി തങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നല്ല മനുഷ്യനാണെന്ന്. അപ്പൊ ആര് നേതൃത്വം നൽകും? ഉമർ റളിയല്ലാഹു അൻഹു, ഖലീഫയാണല്ലോ, ഇമാമത്ത് നിൽക്കും. അടുത്ത ഒരാളെ കുറിച്ച് ചോദിക്കും, അയാൾ ശരിയല്ല കേട്ടോ, അയാൾ മുനാഫിക്കാണെന്ന് പറഞ്ഞാൽ തെന്നി നിൽക്കും. ആര്? ഉമർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ സ്ഥിരമായി ഇങ്ങനെ ഓരോന്ന് കൊടുത്തുകൊണ്ടിരുന്നപ്പോ ഒരിക്കൽ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറയാം, അതെ, നിങ്ങൾ ആ ലിസ്റ്റ് മൊത്തം തന്നെ, എല്ലാവരുടെയും ലിസ്റ്റ് എനിക്ക് വേണം, ഞാൻ ഖലീഫയാണത്, എനിക്ക് ലിസ്റ്റ് മൊത്തം വേണം. അദ്ദേഹത്തിന്റെ അധികാരം വിനിയോഗിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞപ്പോ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതൊക്കെ കയ്യിലിരിക്കട്ടെ വകുപ്പ്, ആ പരിപാടി തരൂല. അങ്ങനെ എല്ലാവരുടെയും ഹിസ്റ്ററി എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ കയ്യിൽ തരാൻ പറ്റൂല. കാരണം ഇത് നബി തങ്ങൾ എന്നോട് രഹസ്യമായി പറഞ്ഞതാ, ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഞാൻ പറയും, അല്ലാതെ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ അധികാരം വിനിയോഗിച്ചിട്ട് എല്ലാം തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു കരയുകയാണ്. കരഞ്ഞിട്ട് അവസാനം ബഹുമാനപ്പെട്ടവർ പറയുന്നത്, ഞാൻ ഈ ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, എന്റെ അധികാരത്തിന്റെ പദവി ദുർവിനിയോഗം ചെയ്തതല്ല, മറിച്ച് ഈ പാവപ്പെട്ട ഉമർ ആ ലിസ്റ്റിലുണ്ടോ എന്നറിയാനാണ്, മുനാഫിഖാണോ എന്നറിയാനാണ്. നോക്കൂ നിങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിനയം എത്രയാണ്. നബി തങ്ങൾ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞതാണ്, ഇന്നലെ നിങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, നിങ്ങൾ ഈമാന്റെ പൂർണ്ണതയാണ്, മനുഷ്യനാണ്, പക്ഷെ എവിടെങ്കിലും പിഴവ് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുഖത്ത് നോക്കിയിട്ട് ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഈമാന്റെ പൂർണ്ണ രൂപമുള്ള മനുഷ്യനാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു വട്ടമല്ല, പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് അതിലൊന്നും സംശയിക്കണ്ട എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി കരയുകയാണ്. സഹോദരങ്ങളെ, ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്നത് പുണ്യമാക്കപ്പെട്ട മദീനയിൽ നബി തങ്ങളുടെ ചാരത്താണ്. ഒരിക്കൽ നബിയെ വധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച മനുഷ്യൻ, നബിയെ ഇഷ്ക് വെച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ, അൽ ഇൻസാനുൽ കാമിൽ, പരിപൂർണ മനുഷ്യൻ, മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ എല്ലാം വളരെ ശ്രേഷ്ഠതയുള്ളതാകുന്ന വ്യക്തിത്വം. എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്തമരാണ്. ആ പ്രവാചകരുടെ ചാരത്ത് വന്നുകൊണ്ട് വിശ്രമിക്കാൻ അല്ലാഹു അവസരം നൽകി ആർക്ക്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന് എതിരെ ശബ്ദിച്ചുകൊണ്ട് പ്രവാചകർക്ക് എതിരിൽ വാളോങ്ങി നിന്ന മനുഷ്യൻ അവസാനം മുസ്ലിമായി എന്ന് മാത്രമല്ല, ഈമാന്റെ പരിപൂർണനായ വ്യക്തിത്വമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പ്രവാചകരുടെ ചാരത്ത് അള്ളാഹു വിശ്രമത്തിന് അവസരം നൽകി. അറിയില്ലേ നമുക്ക് ചരിത്രം? അബൂലുലത്ത് എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യന്റെ കടാര കൊണ്ടുള്ള കുത്തേറ്റിട്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിലേക്ക് എത്തുന്നത്. നിസ്കരിച്ച് സുജൂദിൽ കിടക്കുമ്പോഴാണ് അവൻ കുത്തുന്നത്. ഇരുതല മൂർച്ചയുള്ള വാളായിരുന്നു അത്രേ, 2 തലയുണ്ട് വാളിന്.
ഇരുതല മൂർച്ച. അതിൽ നല്ല മൂർച്ച കൂട്ടിയ വാള് മാത്രമല്ല, അതിലേക്ക് നല്ലതുപോലെ വിഷം തേച്ചിട്ടുണ്ട്. കാരണം എന്താ, ഒന്നില്ലെങ്കിൽ ഈ കുത്തുകൊണ്ട് മരിക്കണം, അല്ലെങ്കിൽ ഈ വിഷം ഉള്ളിലേക്ക് ചെന്ന് രക്തധമനികളിലൂടെ സെക്കൻഡിനുള്ളിൽ മരണം സംഭവിക്കണം. ഇല്ലെങ്കിൽ കുത്താൻ പോകുന്നവന്റെ മരണം ഉറപ്പായിട്ട് സംഭവിക്കും. കാരണം കുത്താൻ പോകുന്ന വ്യക്തി അത്തരത്തിലുള്ള മനുഷ്യനാണ്. രണ്ടാലതുകൊണ്ട് മരിക്കണം, മരണം ഉറപ്പാക്കണം. ഈ കടാര കൊണ്ട് കുത്തിയതിനു ശേഷം കത്തി എന്ത് ചെയ്തു, തിരിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ കൊടലുകളിലേക്ക് അത് ഉടക്കി. അതിനാണ് ഇരുതല മൂർച്ച. അതാണ് വളഞ്ഞിരിക്കുന്ന കത്തിയാണ്. ഉള്ളിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തിരിച്ചിട്ടാണ് ഇങ്ങോട്ട് വലിക്കുന്നത്. വലിക്കുമ്പോൾ കുടലുൾപ്പെടെ ഇങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 3 ദിവസം ആ രീതിയിൽ മരണാസന്ന വേളയിലായി കിടന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മകൻ പറയുന്നുണ്ട്, 3 ദിവസം ഈ സുഖമില്ലാതെ കിടക്കുന്ന വേളയിൽ ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു. ആ നാട്ടിലെ ഏറ്റവും നല്ല വിദഗ്ധനാകുന്ന വിഷംകരനെ കൊണ്ടുവന്നു. അദ്ദേഹം അല്പം മുന്തിരി ചാറ് വായിലൂടെ കുടിക്കാൻ കൊടുത്തു. നോക്കുമ്പോ താഴെ ഞാൻ എൻ്റെ വാപ്പയുടെ കയ്യിൽ ഇങ്ങനെ ഈ മുറിവ് വന്നതാകുന്ന ഭാഗത്ത് കൈ ഇങ്ങനെ വെച്ച് അമർത്തിയിട്ടുണ്ട്. ആ ഭാഗത്തിലൂടെ ആ മുന്തിരി ചാറ് അതേപോലെ വരിക. അപ്പൊ ഡോക്ടർ പറഞ്ഞു, മുറിവ് വളരെ ആഴത്തിലുള്ളതാണ്, ഇനി അദ്ദേഹം ജീവിച്ചിരിക്കാൻ ചാൻസ് ഇല്ല എന്ന് പറയുക. ആ മുറിവ് വെച്ച് അങ്ങനെ വെച്ച് കെട്ടുകയാണ്. 3-ാം പൊക്കം മരണപ്പെടുന്നു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഫാത്തിന് മുമ്പാണ് മകനെ വിളിച്ചിട്ട് പറയുന്നത്, മോനെ, എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നീ വേഗം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോകണം, അനുവാദം തേടണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ഈ വാപ്പയ്ക്ക് ഒരു അവസരം കിട്ടുമോ എന്ന് ചോദിക്കണം. തൊട്ടടുത്തൊന്ന് അടങ്ങാൻ അവസരം കിട്ടുമോ? പറ്റില്ല എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് ജന്നത്തുൽ ബഖീൽ എന്നെ കൊണ്ടുപോയി അടക്കണം. പറ്റുമെങ്കിൽ, അതിന് സാധിക്കുമെങ്കിൽ അവിടെ കിട്ടുമോ എന്ന് ചോദിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടക്കം ചെയ്തു. നബി തങ്ങളുടെ ചുമലിൻ ഭാഗത്ത് നിന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എൻ്റെ ഉപ്പയെ അടക്കം ചെയ്തത്. അതിന്റെ തൊട്ട് ചാരെ അടക്കം ചെയ്യപ്പെടാൻ വേണ്ടി ഞാൻ മനസ്സുകൊണ്ട് കൊതിച്ചിരിക്കുക. കാരണം എൻ്റെ വീടാണല്ലോ, ആരും ചോദിക്കാനില്ല. എൻ്റെ വീട്ടിനുള്ളിലാണ് നബി തങ്ങൾ വഫാത്തായത്. അവിടെ തന്നെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുള്ളത്, തൊട്ട് ചാരെ വാപ്പാടെ ഖബറുള്ളത്. ഇനി അടുത്ത ഒരു ഖബർ എൻ്റെ ആകണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു മകനെ വിട്ടിങ്ങനെ ചോദിച്ചപ്പോൾ, ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അതിന് അനുവാദം കൊടുത്തു എന്ന് മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഒന്ന് ആലോചിക്കണം, ഒന്ന് നബിയുടെ സന്തത സഹചാരി കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മാത്രമല്ല ആ വീട്ടുടമസ്ഥയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വാപ്പയാണ്. ഉമർ റളിയല്ലാഹു അൻഹു എന്താ ബന്ധം? അടുത്ത രക്തബന്ധം വല്ലതും ഉണ്ടോ? ഒരു ബന്ധവും ഇല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തടങ്ങാൻ അള്ളാഹു ഒരു അവസരം കൊടുക്കാൻ, ഷഹീദിന്റെ ഒരു പദവി കൊടുത്തു. ഉന്നതമായ ശ്രേണിയിൽ കൊണ്ടുവന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിന്റെ ചാരത്ത് അദ്ദേഹത്തിന്റെ തലഭാഗം കൊണ്ടുവന്ന് ചേർത്ത് വെച്ചു, അടക്കം ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ക്രിസ്താബ്ദം 632 ജൂൺ മാസം 13 പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതാകുന്ന ആ കാലഘട്ടം മുതൽ ഇന്ന് വരെ നിരക്കാത്ത പ്രവാഹമായി ലക്ഷോപലക്ഷം ആളുകൾ കടന്നു ചെല്ലുന്ന ലോകത്ത് ഒരേ ഒരു മഖ്ബറയുള്ളൂ. അത് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ, പച്ചക്കുബ്ബയുടെ താരത്ത് അന്ത്യവിശ്രമം ചെയ്യുന്ന റസൂലുള്ളാഹിന്റെ ചാരത്ത് നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് വയാ സയ്യിദി വയാ ഹബീബല്ലാഹ്, ഈ സലാത്ത് ചൊല്ലിയിട്ട് സലാം പറഞ്ഞിട്ട് ഒരൽപ്പം അങ്ങോട്ട് മാറി അടുത്ത താരത്തിലൂടെ സലാം പറയുന്നത് അസ്സലാമു അലൈക്കും യാ അമീറൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരൽപ്പം കൂടി നീന്നിട്ട് ലോക വിശ്വാസികളെ സലാം പറയുകയാണ്. അതിൽ കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല, പൊക്കമുള്ളവനെന്നില്ല, കുറുകിയവനെന്നില്ല. ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിൽ നിന്നും വിശ്വാസികൾ കടന്നു വന്നുകൊണ്ട് സലാം പറയുന്നു. അസ്സലാമു അലൈക്കും യാ അമീറൽ മുഅ്മിനീൻ യാ അമീറൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാണ് മുസ്ലിമെ കൊതിക്കാത്തത്? ആരാണ് മുസ്ലിമെ പോകാൻ താല്പര്യമില്ലാത്തത്? ആരാണ് ചെന്നുകൊണ്ട് ഈ സലാം പറയാത്തത്? ആരാണ് അവിടേക്ക് പോകാൻ ആഗ്രഹിക്കാത്തത്?
എത്ര വലിയ നേട്ടമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയത്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ. അത് കുടുംബ പരമ്പര കൊണ്ടോ മഹത്വം കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് റസൂലുള്ളാഹിയോടുള്ള വല്ലാത്ത ഇഷ്കാണ്, റസൂലുള്ളാഹിയോടുള്ള പരിപൂർണമായ ഇഷ്കിൽ അമരിച്ചതാകുന്ന ജീവിതമാണ്. യഥാർത്ഥമാക്കപ്പെട്ട ഈമാൻ, വിശ്വാസം ഹൃദയത്തിലേക്ക് രൂഢമൂലമായപ്പോ അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ തൗഫീഖാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകിയ അനുഗ്രഹമാണ്.